നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ലെബനനിൽ സ്ഫോടനമുണ്ടാക്കിയ പേജറുകൾക്ക് പിന്നിൽ മലയാളിയുടെ കമ്പനിയുണ്ടെന്ന് സംശയം. ഷെൽ കമ്പനി എന്ന് സംശയിക്കുന്ന നോർട്ട ഗ്ലോബലിനെതിരെ ബൾഗേറിയയിലും നോർവേയിലും അന്വേഷണം. കമ്പനി ഉടമ റിൻസൺ ജോസിനെ കാണാനില്ല. സ്ഫോടക വസ്തു നിറച്ച പേജറുകൾ വിൽക്കാൻ ഇസ്രായേൽ 2 ഷെൽ കമ്പനികൾ ഉണ്ടാക്കിയെന്ന് അന്വേഷണം. റിൻസനെ കുറിച്ചുള്ള വിവരങ്ങൾ ന്യൂസ് 18-ൽ. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനി പുറത്തിറങ്ങുന്നു. ഉപാധികളോട് ജാമ്യം നൽകി വിചാരണ കോടതി. മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് വ്യവസ്ഥ. സുനിയുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് കോടതി. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി നൽകിയത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. ADGPയെ മാറ്റണമെന്ന ആവശ്യത്തിന് പിന്നാലെ പുതിയ പോർമുഖം തുറന്ന് CPI. തൃശൂർ പൂരം കലക്കിയതിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് എവിടെയെന്ന് VS സുനിൽകുമാർ. വിവരാവകാശം റിപ്പോർട്ട് ആവശ്യപ്പെടും. അന്വേഷണം അടുത്ത പൂരം വരെ നീട്ടരുതെന്ന് പരിഹസിച്ച് സുരേഷ് ഗോപി. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ സമ്മർദ്ദമേറുന്നു. P ശശിക്കെതിരെ അൻവർ പരാതി നൽകിയതോടെ പാർട്ടിയും ചർച്ച ചെയ്യേണ്ടി വരും. നടപടി പ്രതീക്ഷിച്ച അൻവർ. എന്നുള്ളത് പാർട്ടി അന്വേഷിക്കട്ടെ. എല്ലാത്തിലെയും ഇതിലെ നായകന് ആരാണ്? ADGP അജിത് കുമാറാണ്. സഹകരണ ബാങ്കിൽ നിന്നുള്ള വായ്പകൾ സഖാക്കൾ തിരിച്ചടയ്ക്കുന്നില്ലെന്ന് CPM രേഖ. കിട്ടാനുള്ളത് കോടികൾ. ഉടൻ തിരിച്ചടയ്ക്കണമെന്ന് പാർട്ടി. തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡ്ഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന ആരോപണത്തിൽ രാഷ്ട്രീയ വിവാദം. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായാണ് ചന്ദ്രബാബു നായിഡു ആരോപണം ഉന്നയിക്കുന്നതെന്ന് YSR കോൺഗ്രസ്. ലാബ് റിപ്പോർട്ട് എങ്ങനെ വ്യാജമാകുമെന്ന് TDP. അർജുനെ കാണാതായ ഷിരൂർ ഗംഗാവലി പുഴയിൽ തെരച്ചിൽ വീണ്ടും തുടങ്ങി. ഡ്രഡ്ജർ പുഴയിലിറക്കി. മുങ്ങൽ വിദഗ്ധൻ മൽപ്പയും ഷിരൂരിൽ. NCPയിലെ മന്ത്രിതർക്കം പരിഹരിക്കാൻ മുംബൈയിൽ നിർണായക ചർച്ച. ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണോ എന്ന് തീരുമാനിക്കും. ശരത് പവാർ ആവശ്യപ്പെട്ടാൽ ശശീന്ദ്രൻ ഒഴിയും. മരിക്കുന്നതിന് മണിക്കൂർ മുന്നേ സംസാരിച്ചിരുന്നു. അപ്പോഴും ഈ വർക്ക് സ്ട്രെസ്സിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് കൂടുതലും. പൂനെയിലെ EY കമ്പനിയിൽ അന്ന സെബാസ്റ്റ്യന് കടുത്ത ജോലിഭാരമുണ്ടായിരുന്നുവെന്ന് കൂട്ടുകാരി. 16 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വന്നെന്ന് ആൻ മരിയ. ലെബനനിലെ പേജർ സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. ബൾഗേറിയയിലും നോർവേയിലുമാണ് പുതിയ അന്വേഷണം നടക്കുന്നത്. ലെബനനിലെയും നോർവേയിലെയും കമ്പനികൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള നിർണായക വിവരമാണ് അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ ഉടമ മലയാളിയാണ്. മലയാളിയായ റിൻസൺ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള നോർട്ട ഗ്ലോബൽ എന്ന കമ്പനിക്ക് ഈ പേജർ നൽകുന്നതിൽ ഇടനിലക്കാരുടെ റോൾ ഉണ്ടായിരുന്നു എന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത്. ഇതേക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ബൾഗേറിയയിൽ തുടരുന്നുണ്ട്. അതേസമയം തന്നെ നോർവേ സർക്കാരും ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തി വരികയാണ്. റിൻസൺ ജോസിനെ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് ബൾഗേറിയയിൽ. അന്വേഷണ ഏജൻസി ബൾഗേറിയയിലാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ കമ്പനിയുടെ ഓഫീസോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഒന്നും ഇപ്പോൾ പ്രവർത്തനത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. റിൻസൺ ജോസിന്റെ കമ്പനി നിരീക്ഷണത്തിലാണ്. റിൻസൺ ജോസിനെ കുറിച്ചുള്ള വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അന്വേഷണ ഏജൻസികൾ. ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയിൽ ജോലി നോക്കിയിരുന്ന റിൻസൺ ജോസ് 2015-ലാണ് നോർവേയിൽ താമസമായത്. നോർവീജിയൻ പൗരത്വമാണ് റിൻസൺ ജോസിന് ഉള്ളത്. വയനാട് സ്വദേശിയാണ് റിൻസൺ ജോസ്. കൂടുതൽ വിവരങ്ങൾ റിൻസൺ ജോസിനെ കുറിച്ച് ഉണ്ടെങ്കിലും അതിൽ പല വിവരങ്ങളും പുറത്തുവിടാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അവരുടെ റിൻസന്റെ കുടുംബത്തിന്റെ സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്. എന്തായാലും ലെബനനിൽ പേജർ സ്ഫോടനം നടന്നതിന് പിന്നാലെ തായ്വാൻ കമ്പനിയായിരുന്നു സംശയ നിഴലിൽ നിന്നിരുന്നത്. പേജർ ഉണ്ടാക്കുവാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്ന തായ്വാൻ കമ്പനി. എന്നാൽ അവിടെ നിന്ന് അന്വേഷണം ബൾഗേറിയയിലേക്ക് നീങ്ങുകയായിരുന്നു. തുടർന്ന് നോർവേയിലേക്കും അന്വേഷണം നീങ്ങിയപ്പോഴാണ് റിൻസൺ ജോസ് എന്ന മലയാളിയുടെ കമ്പനി സംശയ നിഴലിൽ ആയത്. ഇടനിലക്കാരന്റെ റോൾ ഇക്കാര്യത്തിൽ റിൻസൺ ജോസിന്റെ കമ്പനിയായ
കമ്പനിക്കുണ്ട് എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. രഞ്ജിത്ത് രാമേന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, ഇപ്പോൾ ഏറ്റവും ഒടുവിലും റിൻസൺ ജോസ് എവിടെയാണ് എന്ന കാര്യത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് വിവരം കിട്ടിയിട്ടില്ലല്ലോ. പക്ഷേ റിൻസനെ ഈ ഇടപാടുമായി ബന്ധിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ റിൻസനെ കുറിച്ച് നമുക്ക് റിൻസന്റെ കുടുംബ പശ്ചാത്തലവും റിൻസൺ എവിടെയാണ്, റിൻസന്റെ സഹോദരങ്ങളെക്കുറിച്ചും റിൻസന്റെ മാതാപിതാക്കളെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ ഇതിനകം തന്നെ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചു. നമുക്കും അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് തന്നെ, കാരണം അന്താരാഷ്ട്ര ബന്ധമുള്ള വലിയ തോതിൽ ഉള്ള ഒരു കേസ് ആണ് ഇതെന്ന് കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അതുകൊണ്ട് തന്നെ അത് തൽക്കാലം നമ്മളവിടെ സ്വകാര്യത അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല. 2009 ഈ റിൻസൺ ഇത്തരത്തിൽ അവിടെ നോർവേയിൽ എത്തിയത് എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാനുള്ളത്. റിൻസന് ഒരു കോ ബ്രദറുണ്ട്, ഇരട്ട സഹോദരങ്ങളാണ്. ഇവർ മാലിദ്വീപ്സിൽ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നോർവേയിലേക്ക് പോകുന്നത്. പിന്നീട് ഈ കോ ബ്രദർ UK പോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ഘട്ടത്തിലുള്ളത്. ഈ റിൻസൺ അന്ന് അവിടെ 2 മാസ്റ്റേഴ്സ് ഡിഗ്രികൾ അവിടെ എടുത്തിരുന്നു. അവിടെ പഠിക്കാനും മറ്റ് പ്രവർത്തനങ്ങളിലുമൊക്കെ വളരെ പ്രഗത്ഭനായ ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു റിൻസൺ എന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണ് 2017 ഒരു കമ്പനി ആരംഭിക്കുന്നത്. ഈ കമ്പനി പിന്നീട് നിർത്തുകയും പിന്നീടാണ് നോർവേയിൽ തന്നെ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്ന കമ്പനി ആരംഭിക്കുകയും ചെയ്ത പശ്ചാത്തലം ഒരുങ്ങുന്നത്. ഈ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് ആണ് ഇപ്പോൾ ആരോപണ വിധേയമായ കമ്പനി. അത് 2022 ഈ കമ്പനി അവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഈ 2022 റിൻസൺ കേരളത്തിലെത്തിയിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരവുമുണ്ട്. മറ്റൊരു കാര്യം മഞ്ജുഷ, റിൻസൺ അവിടുത്തെ മലയാളി അസോസിയേഷനുമായൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. ഈ സമീപ ദിവസം നടന്ന, ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്ന ഓണാഘോഷ പരിപാടിയിൽ റിൻസന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഏതായാലും റിൻസനെ പരിചയമുള്ള ഒരുപാട് മലയാളികൾ നമുക്കടക്കം മെസ്സേജ് അയക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന ആളാണ്, സാധാരണക്കാരനായ ഒരാളാണ്, വളരെ സാധാരണക്കാരനായ ഒരു കുടുംബ പശ്ചാത്തലമുള്ള ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ്. റിൻസനെ പോലെ ഇത്തരത്തിൽ എല്ലാവരുമായും വലിയ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ ഇത്തരം ഒരു സംഭവത്തിൽ ചെന്ന് പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ അവിടുത്തെ മലയാളികളെയൊക്കെ ആശങ്കപ്പെടുത്തുകയും ആശ്ചര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഇവരെ പലരെയും അന്വേഷണ ഏജൻസികൾ, മഞ്ജുഷ് നേരത്തെ ചോദിച്ചതുപോലെ ഇയാളുടെ ഈ കേസുമായുള്ള ബന്ധം സംബന്ധിച്ച വ്യാപകമായ അന്വേഷണ ഏജൻസികൾ ആരംഭിച്ചിട്ടുണ്ട്. സപ്ലൈ ചെയിനിൽ ഇയാളുടെ കമ്പനിയും ഈ റിൻസന്റെ കമ്പനിയും ഉണ്ട് എന്നാണല്ലോ ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന വിവരം. 2 ഷെൽ കമ്പനികളെങ്കിലും മൊസാദ് ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. വർഷങ്ങൾ നീണ്ട ആസൂത്രണമാണ് ഈ പേജറുകൾ കൈക്കലാക്കുവാനും അവിടെ സ്ഫോടക വസ്തുക്കൾ പേജറുകൾ നിറയ്ക്കുവാനും ഹിസ്ബുള്ളയ്ക്ക് അത് വിൽക്കുവാനും. ഇതെല്ലാം ഒരു വർഷങ്ങൾ നീണ്ട ആസൂത്രണം എന്നാണല്ലോ അന്വേഷണ ഏജൻസികളുടെ ഇപ്പോൾ പ്രാഥമികമായ കണ്ടെത്തൽ. അതാണല്ലോ ബൾഗേറിയയിലും നോർവേയിലും എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ഈ സപ്ലൈ ചെയിൻ്റെ ഒരു ഭാഗമായി റിൻസൺ ജോസിന്റെ കമ്പനി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് അറിഞ്ഞോ അറിയാതെയോ ഉള്ള പങ്കാളിത്തം എന്ന രീതിയിൽ തന്നെയാണല്ലോ ഇപ്പോഴും വരുന്നത്. ഈ ഹംഗറി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പനി, അതായത് BAC എന്ന കൺസൾട്ടിംഗ് ഇടനിലക്കാരെ പ്രവർത്തിച്ചാണ് മഞ്ജുഷ ഈ പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് കൈമാറുന്നത് എന്നുള്ളതാണ്. BAC ഒരു കൺസൾട്ടിംഗ് സ്ഥാപനം എന്നത് മാത്രമാണ്. ഈ ജിൻസന്റെ കമ്പനി ഗ്ലോബൽ, നമുക്കറിയാവുന്ന നോർട്ട ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഇവർക്കും ഈ പേജറുകൾ നിർമ്മിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ ഒന്നുമില്ല. ഇവരും ഈ പറഞ്ഞതുപോലെ ഒരു ഷെൽ കമ്പനിയായി പ്രവർത്തിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന, ഒപ്പം അന്വേഷണ ഏജൻസികളടക്കം ഇത്തരത്തിൽ ഇന്റർനാഷണൽ മാധ്യമങ്ങളടക്കം പുറത്തുവിടുന്ന വിവരം എന്നുള്ളത് ഈ മൊസാദ് ഇവരെയൊക്കെ ടൂളുകളായി ഉപയോഗിക്കുകയാണ്. കാരണം ഇതിൻ്റെ നിർമ്മാണവും ഇത് സ്ഫോടക വസ്തുക്കൾ നിറച്ചതുമൊക്കെ മൊസാദിൻ്റെ നിയന്ത്രണത്തിലായിരുന്നുവെന്നും ഈ കമ്പനികൾ വഴി ഈ ഹിസ്ബുള്ള അടക്കമുള്ള ആളുകളെ കോൺടാക്ട് ചെയ്ത് അവരിൽ നിന്ന് ഓർഡറുകൾ ശേഖരിച്ച് പേജറുകൾ നിർമ്മിച്ച് നൽകുകയായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ നിയന്ത്രണം, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ നിയന്ത്രണം ഉണ്ടായിരുന്നത് മൊസാദ് ആയിരുന്നു എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു വ്യക്തത കൈവരുന്നത്. അവിടെയാണ് ഇവരെയൊക്കെ ആ തരത്തിൽ ഉപയോഗിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. കാരണം ഈ ജിൻസന്റെ കമ്പനി എന്ന നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്ന കമ്പനിയെ ഒരു ടൂൾ ആക്കുകയാണ് എന്നും ഒരുപക്ഷെ ഈ വിഷയത്തിൽ ജിൻസന് അറിവുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഒരുപക്ഷെ മൊസാദ് ജിൻസനെ സ്വാധീനിച്ചിരിക്കാം, പണം നൽകിയിരിക്കാം. പക്ഷേ ഇത്ര വലിയ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയൊരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഇത്ര വലിയ, നേരത്തെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ പറഞ്ഞു വെച്ചൊരു കാര്യം, ലോകത്ത് ഇതുവരെ നടന്ന ഏറ്റവും വലിയ ചെയിൻ സ്ഫോടനങ്ങളിൽ ഒന്നാണ് ഇത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ തരത്തിൽ ഇത് വളരുമെന്നും അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കായാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന കാര്യമൊക്കെ ഒരുപക്ഷെ ജിൻസനോ ജിൻസന്റെ കമ്പനിയിലെ മറ്റ് ജീവനക്കാരോ
അറിഞ്ഞു കാണാനുള്ള സാധ്യതയും വിരളമാണ്. അത്തരത്തിലുള്ള അന്വേഷണവുമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഫോടനം നടന്ന ദിവസം മുതൽ ജിൻസനെ കാണാനില്ല. അതിന് തലേദിവസം വരെ ഈ നോർവേയിലെ മലയാളികൾക്കിടയിൽ ഏറെ സാന്നിധ്യമായിരുന്ന, അവരുമായി സംസാരിച്ചുകൊണ്ടിരുന്ന ജിൻസനെ ആ ദിവസം മുതൽ കാണാനില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരവുമുണ്ട്. അതെന്ത് സംഭവിച്ചു എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും ലെബനിലുണ്ടായ സ്ഫോടനത്തിൽ ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ പങ്ക് അന്വേഷിക്കാൻ ആഭ്യന്തര മന്ത്രാലയവുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് ബൾഗേറിയൻ സ്റ്റേറ്റ് സെക്യൂരിറ്റി ഏജൻസിയായ DAANS വ്യാഴാഴ്ച അല്പസമയം മുമ്പ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവർ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ ചെയിനായി തന്നെ ഈ അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ പ്രാഥമിക കടമ്പ എന്നുള്ളത് ജിൻസനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ സ്ഫോടനം നടന്ന ആ നിമിഷം മുതൽ ജിൻസനെ കുറിച്ച് ഒരു വിവരവുമില്ല. ജിൻസന്റെ ഫോൺ പ്രവർത്തിക്കുന്നില്ല. ജിൻസന്റെ സഹോദരന്റെ നമ്പറിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആ ഫോണിലും കോളുകൾ സ്വീകരിക്കുന്നില്ല എന്നാണ് ലഭിക്കുന്ന മറുപടി. ബൾഗേറിയയിൽ നിന്ന് പേജറുകൾ കയറ്റുമതി ചെയ്തതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ബൾഗേറിയൻ സ്റ്റേറ്റ് സെക്യൂരിറ്റി ഏജൻസി അറിയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിൽ ഏറ്റവും ഒടുവിൽ ചില വിശദീകരണങ്ങൾ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നത് ഈ റിൻസന്റെ കമ്പനിക്ക് ഓപ്പറേഷനിലായിട്ടുള്ള ഒരു പങ്കാളിത്തമല്ല, അതിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തികമായ ഇടപാടുകളാണ് വന്നിട്ടുള്ളത്. അതാണ് സംശയിക്കുന്നത് എന്നതാണല്ലോ. അതിലല്ലാതെ ഈ പേജർ നിർമ്മിക്കുന്നതിലോ പേജറുകൾ വാങ്ങുന്നതിലോ വിൽക്കുന്നതിലോ ഒന്നും ഇടനിലയായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഈ സാമ്പത്തിക ഇടപാടുകൾ അവിടെ ഈ കമ്പനി നടത്തിയിട്ടുണ്ട് എന്ന് ഏജൻസിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ വഴി പേജറുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ള ഒരു കസ്റ്റംസ് തെളിവ് അവിടെ വന്നിട്ടില്ല എന്നും ഇപ്പോൾ ഏജൻസികൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ റിൻസനെ കണ്ടെത്തിയാൽ മാത്രമേ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയൂ എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിനുള്ള ശ്രമം ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ കരുതാമല്ലോ. തീർച്ചയായും ഈ പണം കൈമാറ്റം, അതായത് ഇടനിലക്കാരായി ഈ ജിൻസന്റെ കമ്പനി നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമ്മളിപ്പം പല ആളുകളും സംസാരിക്കുമ്പോഴുമൊക്കെ ഇത്തരം ചില കൺസൾട്ടൻസി സ്ഥാപനങ്ങളായി ഇത്തരം കമ്പനികൾ ജോലി ചെയ്യാറുണ്ട് എന്നത് പ്രധാനമാണ്. അങ്ങനെ ഇത്തരം ജോലി ചെയ്യുന്ന ആളുകൾ ഇവർ ഈ പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റമാക്കും. ഒരുപക്ഷെ ഇതിൻ്റെ സോഴ്സ് എന്താണെന്നും ഏത് തരത്തിൽ ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടും എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഉണ്ടാവില്ല. അത് ഈ ഹംഗറിയും നോർവേയും മറ്റും കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ നിരവധിയായ കമ്പനികൾ, ഇപ്പോൾ ഈ റിൻസന്റെ കമ്പനിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് നോർട്ട ഗ്ലോബൽ 2022 അത് ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ സോഫിയയിലെ ഈ ഓഫീസിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ എത്തുമ്പോൾ ഇവിടെ തന്നെ ഈ കെട്ടിടം തന്നെ ആസ്ഥാനമായിട്ടുള്ള നിരവധി കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അഡ്രസ്സിലുള്ള നിരവധി കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരമൊക്കെ പുറത്തു വരുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഇത്തരം കമ്പനികൾ ഇടനിലക്കാരായി നിൽക്കുന്നു, ഷെൽ കമ്പനികളായി നിൽക്കുന്നു. ഈ പണം കൈമാറ്റത്തിന് ഇവരെ ടൂളായി ഉപയോഗിക്കുന്നു. ഈ മൊസാദ് പോലുള്ള സംഘടനകളിലൊക്കെ ഓപ്പറേഷൻ നമുക്കറിയാം. ഇറാനിലും ഇറാഖിലും മറ്റും അവർ നടത്തിയ വിവിധ സ്ഫോടനങ്ങൾ, വിവിധ കൊലകൾ, പലരെയും വധിച്ചതുമൊക്കെ നമുക്കറിയാം. ഒരു സെക്കൻഡ് പോലും ആരാണെന്ന് പോലും മനസ്സിലാക്കാതെ വളരെ പെട്ടെന്ന് ഓപ്പറേഷൻസ് നടത്തി മടങ്ങുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ആകട്ടെ ഏതാണ്ട് 3500ഓളം ആളുകളെ ജീവിതകാലം മുഴുവൻ അംഗഭംഗം വരുത്തക്ക വിധത്തിലുള്ള സ്ഫോടനങ്ങൾ നടന്ന പശ്ചാത്തലത്തിൽ ഏതാണ്ട് രണ്ട് വർഷത്തോളം നീണ്ട ആസൂത്രണം അത് ഈ പേജർ നിർമ്മിക്കുന്നതിലും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലുമൊക്കെ നടത്തിയിരുന്നു എന്നുള്ളത് വ്യക്തമായി പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. അതിനോടൊപ്പം ചേർത്താണ് ഈ പണം കൈമാറ്റത്തിന്, ഈ മൊസാദുമായുള്ള ഈ പണം കൈമാറ്റം അല്ലെങ്കിൽ ഈ ഹിസ്ബുള്ളയുമായുള്ള പണം കൈമാറ്റത്തിൽ ഇടനിലക്കാരായി നിന്ന ഒരു കമ്പനി എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഇതിലൊക്കെ ഒരു വ്യക്തത വരണം എന്നുണ്ടെങ്കിൽ ഇയാളെ കണ്ടെത്തണം, റിൻസനെ കണ്ടെത്തണം. അതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. ശരി രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും പല വിവരങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന്. ബൾഗേറിയൻ മാധ്യമങ്ങളും നോർവീജിയൻ മാധ്യമങ്ങളും ഇതേക്കുറിച്ചുള്ള നോർട്ട ഗ്ലോബലിനെ കുറിച്ചും ഉള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേക്കുറിച്ചുള്ള അന്വേഷണ ഏജൻസികളുടെ തുടരന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റിൻസൺ ജോസ് എവിടെയാണ് എന്നുള്ള വിവരം ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. മലയാളിയാണ് റിൻസൺ ജോസ്. കേരളവുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ആൾ കൂടിയാണ്. അതുമാത്രമല്ല നോർവേയിലെ മലയാളി അസോസിയേഷൻ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. കഴിഞ്ഞ ദിവസം ഓണാഘോഷത്തിലും നോർവേയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു റിൻസൺ ജോസ്. ഈ വലിയ സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ റിൻസൺ ജോസിനെ കാണാതാവുകയായിരുന്നു. ഇങ്ങനെ ഒരു ലിങ്ക് ഇക്കാര്യത്തിൽ തൻ്റെ കമ്പനിയുമായി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒളിച്ചു പോയതാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ പിന്നിലുള്ളത് എന്ന രീതിയിൽ അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്.
മറ്റൊരു വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് വിചാരണ കോടതി. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു പൾസർ സുനിക്ക് ജാമ്യം നൽകാമെന്ന്. എന്നാൽ ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരുന്നു തീരുമാനിക്കേണ്ടത്. ഇതിനുള്ള ജാമ്യ വ്യവസ്ഥകളും ഇന്ന് കോടതി നൽകുകയുണ്ടായി. കോടതി പരിധി വിട്ട് പോകരുത് പൾസർ സുനി. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. പ്രധാനപ്പെട്ടത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന കർശന ഉപാധിയും മുന്നോട്ട് വെച്ചിട്ടുണ്ട് വിചാരണ കോടതി. പൾസർ സുനിക്ക് ഇനി ജാമ്യത്തിൽ പുറത്തിറങ്ങാം. ആൾ ജാമ്യം അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ, ബോണ്ട് കെട്ടിവെച്ചു കഴിഞ്ഞാൽ പൾസർ സുനിക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയും. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. വിചാരണ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിധി വരുവാൻ ഇനിയും താമസമുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് പുറത്തിറങ്ങുവാനുള്ള അവസരം നൽകിയിരിക്കുന്നത് കോടതി. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, ഈ ജാമ്യ വ്യവസ്ഥകളെക്കുറിച്ചുള്ള വാദം ഏറെ സമയം നീണ്ടു നിൽക്കുകയുണ്ടായല്ലോ. ഇതിൽ എന്തെല്ലാം ആശങ്കകൾ മുന്നോട്ട് വെച്ചിരുന്നു പ്രോസിക്യൂഷൻ? അതുപോലെ തന്നെ സുനിയുടെ അഭിഭാഷകന്റെ വാദം എന്തൊക്കെയായിരുന്നു? മഞ്ജുഷ, കടുത്ത ജാമ്യ, അതായത് വ്യവസ്ഥകളോട് കൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ കടുത്ത ജാമ്യ വ്യവസ്ഥകളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വ്യവസ്ഥകൾ അനുസരിച്ചിട്ട് ജാമ്യം ലഭിച്ചിരിക്കുന്നത്, അതായത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്ലോസായി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരു സിം കാർഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ, ഒരു ഫോൺ, ഒരു സിം കാർഡ്. അതിന്റെ വിവരങ്ങൾ ഈ തിങ്കളാഴ്ച കോടതിയെ ധരിപ്പിക്കണം, കോടതിയിലെത്തി വിവരങ്ങൾ ധരിപ്പിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് വേറൊരു വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നത്. 2 ആൾ ജാമ്യം, 1 ലക്ഷം രൂപയുടെ ബോണ്ട് എന്നിവയും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ എല്ലാ മാസവും 10-ാം തീയതി പ്രൊബേഷണറി ഓഫീസർ പ്രതിയുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകണം, കോടതിക്ക് മുൻപാകെ റിപ്പോർട്ട് നൽകണം തുടങ്ങിയ വ്യവസ്ഥകളൊക്കെ വെച്ച് തന്നെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റ് 2, അതായത് വിചാരണ കോടതി പരിഗണിക്കേണ്ട 2 കേസുകൾ കൂടിയുണ്ട്. ആ കാര്യം കൂടി അത് പരിഗണിച്ച ശേഷം അതിന്റെ റിപ്പോർട്ട് ജയിലിൽ നിന്നും എത്തിയിട്ടില്ല എന്നാണ്. അതായത് ജയിലിൽ ഫോൺ ഉപയോഗിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കേസും ഒരു മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ടുള്ള കേസും നിലവിലുണ്ട്. അതിന്റെ ജാമ്യം കൂടി പരിഗണിക്കാനുള്ള എന്തായാലും ഈ 2 കേസുകളും ജാമ്യമില്ല വകുപ്പിൽ പെടുന്നതല്ല, പക്ഷേ ജാമ്യം ലഭിക്കുന്ന വകുപ്പിൽ തന്നെയാണ് പെടുന്നത്. ഇത് സുപ്രീം കോടതിയുടെ ഇടപെടലോടുകൂടി മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ വിചാരണ നടപടികൾ അനന്തമായി നീളുന്ന സാഹചര്യത്തിലാണ് പൾസർ സുനിക്ക് ജാമ്യം നൽകാമെന്നൊരു നിലപാടിലേക്ക് സുപ്രീം കോടതി എത്തുന്നത്. എന്തായാലും 7.5 വർഷത്തോളം ഒരു വിചാരണ തടവുകാരൻ 7.5 വർഷത്തോളം നിരന്തരം ജയിലിൽ കിടന്ന സാഹചര്യവും, അതുപോലെ വിചാരണ 87 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിച്ച സാഹചര്യവും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഇങ്ങനൊരു നിലപാടിലേക്ക് എത്തുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ പൾസർ സുനി സമൂഹത്തിന് ഭീഷണിയാകുമെന്നും അതുപോലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും നടിയുടെ, അതായത് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ പുറത്തു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കും തുടങ്ങിയ ആശങ്കകളൊക്കെ സുപ്രീം കോടതി ധരിപ്പിച്ചിരുന്നെങ്കിൽ പോലും ഈ വ്യവസ്ഥകളൊക്കെ വിചാരണ കോടതിയിൽ ജാമ്യ വ്യവസ്ഥകൾ, കടുത്ത ജാമ്യ വ്യവസ്ഥകൾ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് വയ്ക്കാനുള്ള ജാമ്യ വ്യവസ്ഥകൾ, ഉപാധികൾ എന്തൊക്കെയാണ് എന്ന് വിചാരണ കോടതിയെ ധരിപ്പിച്ചാൽ മതിയെന്നായിരുന്നു സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. അതനുസരിച്ചിട്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവിടെ ജാമ്യ വ്യവസ്ഥകൾ, സംസ്ഥാന സർക്കാരിന്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ധരിപ്പിച്ചിരിക്കുന്നത്. അതനുസരിച്ചിട്ട് എറണാകുളം ജില്ല, അതായത് കോടതിയുടെ പരിധി വിട്ട് പോകാൻ പാടില്ല എന്നൊരു ക്ലോസ് ഉണ്ട്. അതുപോലെ സിം കാർഡ് ഉപയോഗിക്കുന്നതും ഫോൺ ഉപയോഗിക്കുന്നതും ഒരെണ്ണമായിരിക്കണം. അത് കോടതിയെ അതിന്റെ വിവരങ്ങൾ ധരിപ്പിക്കണം. 2 പേരുടെ ആൾജാമ്യമാണ്, 1 ലക്ഷം രൂപയാണ്. പ്രധാനമായിട്ടുള്ളത് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റ് 2 കേസുകൾ പരിഗണിക്കുന്നതേയുള്ളൂ. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകുന്നതേയുള്ളൂ. കാരണം ജാമ്യ വ്യവസ്ഥയുടെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമാണ് കോടതിയിൽ. ശരി, ആചാര്യവിദ്യരാണ് വിവരങ്ങൾ നൽകിയത്. പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ്. ഉപാധികളോടെയാണെങ്കിലും ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് വിചാരണ കോടതി. നേരത്തെ സുപ്രീം കോടതി ജാമ്യം നൽകാൻ പറ്റും എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു വിചാരണ കോടതിക്ക്. അങ്ങനെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കർശനമായ ഉപാധികൾ ഉണ്ട്, മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന വ്യവസ്ഥ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കോടതി. അതുപോലെ തന്നെ കോടതിയുടെ പരിധിയിൽ നിന്ന് പുറത്തു പോകരുത് എന്നുള്ള ജാമ്യ ഉപാധിയും ഉണ്ട്. പൾസർ സുനിക്ക് ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന പരാതിയുമായി നടി റിമ കല്ലിങ്കൽ കൊച്ചി DCPക്ക് ഇമെയിൽ വഴി റിമ കല്ലിങ്കൽ പരാതി നൽകിയിട്ടുണ്ട്. റിമ കല്ലിങ്കലിന്റെ മൊഴിയെടുക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
തൃശൂർ പൂരം പോലീസ് കലക്കിയതിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിടാത്തതിലുള്ള അമർഷം വീണ്ടും പരസ്യമാക്കുകയാണ് CPI. ഇന്ന് CPI നേതാവ് VS സുനിൽകുമാർ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിടാത്തത് എന്ന ചോദ്യമാണ് VS സുനിൽകുമാർ ഉന്നയിച്ചത്. അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുവാനും തയ്യാറെടുക്കുകയാണ് VS സുനിൽകുമാർ. കഴിഞ്ഞ ദിവസമാണ് ADGP MR അജിത് കുമാറിനെ മാറ്റണം എന്നുള്ള ആവശ്യം വീണ്ടും പരസ്യമായി CPI ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് VS സുനിൽകുമാറിൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിച്ചതായി CPI നേതാവും തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാറിന്റെ ആരോപണം വളരെ പ്രധാനപ്പെട്ടതാണ്. ദേവസ്വങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. എന്നാൽ ആർക്കോ വേണ്ടി ഇത് മറച്ചുവെക്കുകയാണെന്നാണ് സുനിൽകുമാർ പറയുന്നത്. അന്വേഷണ പുരോഗതിയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ചെങ്കിലും മറുപടി കിട്ടിയിട്ടില്ലെന്നും VS സുനിൽകുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരായി നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ചില ഉദ്യോഗസ്ഥന്മാര് തിരുവമ്പാടി, പാറമേക്കാവ് ഉൾപ്പെടെയുള്ള ദേവസ്വത്തിന്റെ ഭാരവാഹികളെ കണ്ട് മൊഴിയെടുത്തതായിട്ട് എനിക്കറിയാം. ഇന്ന് അങ്ങനെ ഒരു അന്വേഷണം നടന്നതായിട്ട് അറിവില്ല എന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും വിവരാവകാശത്തിന് മറുപടി കൊടുത്തതായി ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി നൽകിയത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇവിടെ തൃശ്ശൂരിലെ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ അധികാരപ്പെട്ട ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ കയ്യിൽ നിന്നും പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് മൊഴിയെടുത്തിട്ടുള്ളതായിട്ട് ഇവിടെ അവർ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പം ആർക്ക് വേണ്ടിയാണ് ഈ മൊഴിയെടുത്തത്? അപ്പം മൊഴിയെടുക്കൽ പ്രഹസനം നടത്തി റിപ്പോർട്ട് ആരോ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചും കൂടി ഗൗരവമായ സംഗതിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം വസ്തുത കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തന്നെ നേരിട്ട് DGPയുടെ ഓഫീസിലും ചീഫ് സെക്രട്ടറി ഓഫീസിലും വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനെന്താണ് മറുപടി കിട്ടുന്നതെന്ന് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്ത കത്ത്, ആ കത്തിന് മറുപടി എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ കത്ത് കൊടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അതിന് മറുപടി ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനിടയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ ഞാൻ വിളിച്ചിരുന്നു. അപ്പം മറുപടി ഉണ്ടാവുമെന്നാണ്, അതിൽ വിവരം അറിയിക്കുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നാളിതുവരെയും എനിക്ക് എൻ്റെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കൊടുത്ത് സർക്കാരിൻ്റെ അറിവോടുകൂടിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ തന്നെ നേരിട്ട് ഒരു പരാതി, വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു പരാതി അപേക്ഷ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ ഗുരുതരമായ കാര്യമാണ് VS സുനിൽകുമാർ പറയുന്നത്. തൃശ്ശൂർ പൂരത്തെക്കുറിച്ചുള്ള, തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇല്ല എന്നുള്ള കാര്യം വിവരാവകാശ നിയമപ്രകാരം DGPയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. അത് ശരിയോ എന്നുള്ള കാര്യം സർക്കാർ വ്യക്തമാക്കണം എന്നാണ് VS സുനിൽകുമാർ പറയുന്നത്. അദ്ദേഹം തന്നെ നേരിട്ട് വിവരാവകാശ നിയമപ്രകാരം DGP ഓഫീസിനെ സമീപിക്കാൻ പോവുകയാണ്. എന്തായാലും ഈ വിഷയം വളരെ സങ്കീർണമായി മാറുകയാണ്. തൃശ്ശൂർ പൂരം അന്ന് പോലീസ് മനഃപൂർവ്വം അലങ്കോലമാക്കിയതാണെന്നാണ് CPIയുടെ വാദം. ഇതേക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് നേരത്തെയും CPI ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ ആ ആവശ്യം കൂടുതൽ ശക്തമാക്കുകയാണ് CPI. ഈ വിഷയത്തിൽ സുരേഷ് ഗോപി ഇന്ന് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് അടുത്ത പൂരത്തിനെങ്കിലും ഇപ്പോഴത്തെ അന്വേഷണത്തിന് റിപ്പോർട്ട് പുറത്തു വരുമോ എന്നാണ്. പരിഹാസ രൂപേണയാണ് അദ്ദേഹം ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈകടത്തുന്നില്ല, അദ്ദേഹത്തിന് തീരുമാനിക്കാം. പക്ഷേ ഈ കള്ളനെ പിടിക്കാൻ കള്ളനെ എങ്ങനെയാണ് നിയമിക്കുന്നത്? ഒരു കള്ളന് നേരെ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ മികച്ച കള്ളനെ എങ്ങനെയാണ് തീർപ്പിക്കുന്നത്? ഞാൻ കാക്കിയെ റെഫർ ചെയ്തതല്ല. എന്താ ഇപ്പോൾ സംഭവിക്കുന്നത്? പോലീസിന് നേരെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു ജസ്റ്റിസിനെയോ അതല്ല ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് സമയബന്ധിതമായി അടുത്ത പൂരം വരെയൊന്നും പോകരുത്. ജോലി ഏൽപ്പിച്ചാൽ 1, 2, 3 മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. ജുഡീഷ്യൽ അന്വേഷണമെന്ന് ഞാൻ പറഞ്ഞില്ല. അതിന് യോഗ്യനായ ഒരാളെ കൊണ്ട് ആ സത്യം മൂടി വെക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം, കണ്ടെത്തൽ വേണം.
ADGP MR അജിത് കുമാർ RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ സന്ദർശിച്ചെന്നുള്ള വിവരം പുറത്തു വന്നതിന് ശേഷം തൃശൂർ പൂരം വിവാദം കൂടുതൽ ചർച്ചാ വിഷയമായിരുന്നു. അതിനിടെയാണ് ഇങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ടേ ഇല്ല എന്നുള്ള കാര്യം പുറത്തു വന്നിരിക്കുന്നത്. MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഞെട്ടിക്കുന്ന കാര്യം എന്നാണല്ലോ ഇപ്പോൾ VS സുനിൽകുമാർ പറയുന്നത്. അപ്പോൾ ഈ അന്വേഷണം എങ്ങനെ നടന്നു, അത് എന്തിനു നടത്തി എന്നുള്ള രീതിയിൽ ഒരു പ്രഹസനത്തിന്റെ രൂപത്തിൽ CPI ഇത് പറയുമ്പോൾ ഈ വിഷയം ഇപ്പോൾ കൂടുതൽ സങ്കീർണമായി മാറുകയല്ലേ? ഇപ്പോൾ തൃശ്ശൂരിലെ തോൽവി പോലും ഇത് ഇങ്ങനെ പൂരം കലക്കിയതോടുകൂടി സംഭവിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ കൂടുതൽ ശക്തമായി ഉന്നയിക്കുവാൻ തന്നെയാണല്ലോ സുനിൽ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും മഞ്ജുഷ, തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പ്രതിപക്ഷം ഈ ആരോപണം മുന്നോട്ട് വെച്ചിരുന്നു. കാരണം തൃശ്ശൂരുകാരുടെ ഏറ്റവും വലിയ വികാരമാണ് തൃശ്ശൂർ പൂരം എന്നത്. ആ പൂരം കലക്കുമ്പോൾ സർക്കാരിനെതിരായ ഒരു വികാരമായി അത് മാറുകയും മറുവശത്ത് ഈ ഇത്തരം ചില ആളുകൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്തു എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. ഇതിനുശേഷമാണ് ഈ പൂരം കലക്കിയതിനെക്കുറിച്ച് അല്ലെങ്കിൽ പൂരം അരങ്കോലമായതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും ഇതിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ യാതൊരു റിപ്പോർട്ടും നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയുമില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു വിവരം തന്നെയാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയും ഒപ്പം തൃശ്ശൂരിലെ ജനപ്രതിനിധിയും ഒക്കെ ആയിരുന്ന VS സുനിൽകുമാറിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുമായി ഇക്കാര്യത്തെക്കുറിച്ച് ആശയവിനിമയം നടത്തിയെങ്കിലും ഈ സംബന്ധിച്ച ഒരു റിപ്പോർട്ടും തനിക്ക് ലഭിച്ചില്ല എന്ന് പറയുന്നു. ഒപ്പം ഇനി ഇത് വിവരാവകാശ രേഖ പ്രകാരം ഈ റിപ്പോർട്ടുകൾ താൻ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം ഈ ദേവസ്വം ഭാരവാഹികളടക്കമുള്ള ആളുകളിൽ നിന്നും ഈ പൂരത്തിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തിയതായിരുന്നു. എന്നാൽ ഇത് അവരെ വെറും പരിഹസിക്കുന്നതിനുള്ള മൊഴിയെടുപ്പാണോ നടന്നതെന്ന ചോദ്യമാണ് സുനിൽകുമാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതായത് ഈ തൃശ്ശൂരിലെ തോൽവിക്ക് പ്രധാന കാരണം ഇത് ആണ് എന്ന് CPI പരസ്യമായി സമ്മതിക്കാതിരിക്കുമ്പോഴും ഇത് കാരണങ്ങളിൽ ഒന്നായി തന്നെ മാറി എന്ന നിലപാട് നേതാക്കളടക്കം നേരത്തെ മുതൽ പങ്കുവെക്കുന്നതുമാണ്. ഈ സുരേഷ് ഗോപിയുടെ ജയത്തിന് ഇത് വലിയ ഘടകമായി മാറി എന്ന ഒരു തരത്തിലുള്ള വിമർശനവും ഉണ്ടായിരുന്നു. എന്തായാലും സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. അദ്ദേഹം പറയുന്നത് ഒരു കള്ളനെതിരായ കേസ് അല്ലെങ്കിൽ കള്ളനെതിരായ അന്വേഷണം കള്ളൻ തന്നെയാണോ നടത്തേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ ആയിരിക്കണം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടത് എന്ന നിലപാടിലേക്കാണ് അദ്ദേഹം പോകുന്നത്. വളരെ ചുരുങ്ങിയ കാലയളവിൽ, ചുരുങ്ങിയത് 3 മാസത്തിനുള്ളിൽ ഈ കേസിലെ അന്വേഷണം പൂർത്തിയാക്കണം. അടുത്ത തൃശ്ശൂർ പൂരം വരെ ഈ അന്വേഷണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകരുത് എന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നു. എന്തായാലും സർക്കാർ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കാരണം ഈ സുനിൽകുമാറിൻ്റെ വാക്കുകൾ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. എന്ത് അന്വേഷണമാണ് ഇതുവരെ നടത്തിയത്, അന്വേഷണത്തിൽ ഏത് തരത്തിലുള്ള കണ്ടെത്തലുകളാണ് നടത്തിയത് എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ പിഴവ് ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന വിലയിരുത്തൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇത് അന്വേഷിക്കാനായി ADGP MR അജിത് കുമാറിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ MR അജിത് കുമാറിൻ്റെ ഇടപെടലുകൾ പല സമയങ്ങളിലും അങ്ങേയറ്റം ദുരൂഹമാണ് എന്ന ആരോപണവുമായി PV അൻവർ MLA രംഗത്തെത്തുന്നു. RSS നേതാക്കളുമായി MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ശബരിമലയിലും തൃശ്ശൂരിലുമൊക്കെ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന വിലയിരുത്തലും വിമർശനവുമാണ് ഉയർന്നു വരികയും ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വിടേണ്ടത് സർക്കാരിൻ്റെ ഒരു അനിവാര്യതയായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ മുന്നണി ബന്ധങ്ങളിൽ പോലും ഉലച്ചിലുണ്ടാവുന്ന സാഹചര്യമാണ് നിലവിൽ. ശരി, MS അനിൽകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും VS സുനിൽകുമാർ പരസ്യമായി തന്നെ ഇക്കാര്യത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ പൂരം കലക്കിയതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വരണം എന്ന് തന്നെയാണ് തന്റെ ആഗ്രഹമെന്നും ഇതിനുവേണ്ടി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാൻ പോവുകയാണെന്നുമാണ് സുനിൽ പറയുന്നത്. നിലമ്പൂർ MLA ആയ PV അൻവർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയതോടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയുള്ള അന്വേഷണത്തിന് ഇപ്പോൾ CPM-ഉം നിർബന്ധിതരായിരിക്കുകയാണ്. ഇത്രയും നാൾ പാർട്ടിക്ക് പരാതി കിട്ടിയില്ല എന്നുള്ള ന്യായമായിരുന്നു CPM നേതൃത്വത്തിനുണ്ടായത്. എന്നാൽ PV അൻവർ P ശശിക്കെതിരെ രേഖാമൂലം പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകിയതോടുകൂടി ഈ ന്യായം ഇപ്പോൾ ഇല്ലാതായി മാറിയിരിക്കുകയാണ്. P ശശിക്കെതിരെയുള്ള അന്വേഷണം പാർട്ടിയും നടത്തേണ്ടി വന്നിരിക്കുകയാണ്. നടപടിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നിരിക്കുകയാണ്. VV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. CPM-ന്റെ സംസ്ഥാന സമിതി അംഗവും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ P ശശിക്കെതിരെ നേരത്തെ തന്നെ PV അൻവർ ഭരണകക്ഷി MLA ആരോപണം ഉന്നയിച്ചതാണ്. എന്നാൽ ഇതുവരെയും അദ്ദേഹത്തിനെതിരെ നടപടിയും സർക്കാരിൻ്റെയോ CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടെന്ന ചോദ്യത്തിന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ നേരത്തെ പറഞ്ഞത് ശശിക്കെതിരെ ഒരു പരാതിയും അൻവർ നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലും അതുപോലെ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ കത്തിലും P ശശിയുടെ പേരോ അദ്ദേഹത്തിന് നടപടി വേണമെന്നോ അൻവർ ആവശ്യപ്പെട്ടിരുന്നില്ല. അങ്ങനെ പരാതി ലഭിച്ചാൽ നടപടി എടുക്കാം അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് പോകാമെന്നാണ് CPM വ്യക്തമാക്കിയത്. ആ പരാതിയാണ് ഇന്നലെ PV അൻവർ
പ്രത്യേക ദൂതൻ മുഖേന AKG സെൻറ്ററിലേക്ക് കൊടുത്തുവിട്ടിരിക്കുന്നത്. ആ കത്ത് സ്വാഭാവികമായും CPM സംസ്ഥാന സെക്രട്ടറി അഭിസംബോധന ചെയ്തതാകും. എങ്കിലും അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യേണ്ടി വരും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അങ്ങനെ ഒരു പരാതി ലഭിക്കുമ്പോൾ സംസ്ഥാന സമിതി അംഗത്തിനെതിരെ, മുഖ്യമന്ത്രി ഓഫീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പരാതി ലഭിക്കുമ്പോൾ സ്വാഭാവികമായും അത് ചർച്ച ചെയ്യാൻ CPM നിർബന്ധിതമായി തീരും. അവിടെ പിന്നീട് അന്വേഷണ കമ്മീഷനിലൂടെയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിശദീകരണം തേടിയ ശേഷമാകുമോ ശശിക്കെതിരെ ഉള്ള നടപടികളുമായി CPM മുന്നോട്ട് പോകുക എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ശശിക്കെതിരെ പാർട്ടി അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പാർട്ടി അന്വേഷണത്തിന് അപ്പുറത്തേക്ക് CPMന്റെ സമ്മേളനങ്ങൾ നടക്കുകയാണ്. സമ്മേളനങ്ങളിലും വലിയ ചർച്ചാ വിഷയമായി ഇത് വീണ്ടും മാറും. P ശശിയെ കൃത്യമായി ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് MR അജിത്കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വന്ന ദിവസം അത്തരമൊരു അടുത്ത നീക്കം, രണ്ടാമത്തെ വിക്കറ്റ് നിലയിലേക്കാണ് PV അൻവർ ശശിയെ കാണുന്നത്. അത് CPM രാഷ്ട്രീയത്തിലും വളരെ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കാരണം PV അൻവറിൻ്റെ നീക്കങ്ങളെല്ലാം പാർട്ടിക്ക് പുറത്തുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതല്ല. കൃത്യമായി പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ള നീക്കങ്ങളുടെ ഭാഗമാണ് അൻവറിൻ്റെ ഈ ഇപ്പോഴത്തെ ഇടപെടലുകളെന്നാണ് CPM നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത്. CPM നേതൃത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം തന്നെ അൻവറിന് പിന്നിലുണ്ട്. P ശശി ഒരുപക്ഷെ അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് ശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരാൻ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന നേതാവായിരുന്നു. അവിടെയാണ് ഒരു ചെക്ക് വയ്ക്കുന്നത് ശശി വിരുദ്ധർ അല്ലെങ്കിൽ ആരാണോ അൻവറിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ. അങ്ങനെ കൃത്യമായ രാഷ്ട്രീയ നീക്കം CPMനുള്ള രാഷ്ട്രീയ നീക്കമായി കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. അവിടെയാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക്, പാർട്ടി സെക്രട്ടേറിയറ്റിന് PV അൻവർ നൽകിയിരിക്കുന്ന ഈ കത്തിൻ്റെ പ്രസക്തി ഏറുന്നത്. ഈ ആഴ്ച CPMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുന്നില്ല. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും സെക്രട്ടറി യോഗം ചേരും. അവിടെ ഈ വിഷയം CPM ചർച്ച ചെയ്യും. എങ്ങനെയാകും CPM നേതൃത്വം സംസ്ഥാന സമിതി അംഗമായ ശശിക്കെതിരെയുള്ള ഗുരുതരമായ ഈ ആരോപണങ്ങളെ കാണുക എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ CPM രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുക. P ശശിക്കെതിരെ നൽകിയ പരാതിയെക്കുറിച്ച് ഇന്ന് PV അൻവർ പ്രതികരിക്കുകയുണ്ടായി. ന്യൂസ് 18നോട് അദ്ദേഹം സംസാരിച്ചു. പല നിർണായക അന്വേഷണ വിവരങ്ങളും റിപ്പോർട്ടുകളും മുഖ്യമന്ത്രി അറിയാതെ P ശശി തടഞ്ഞുവെച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അൻവർ വീണ്ടും ഉന്നയിക്കുന്നത്. ഇതിലെ വസ്തുത പാർട്ടി അന്വേഷിക്കണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ശ്രീ PV അൻവർ MLA ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. അങ്ങ് അക്കമിട്ട് ഉന്നയിച്ച ആവശ്യങ്ങൾ അത് പതുക്കെ സർക്കാർ അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണം, സുജിത്ദാസിനെതിരെ വിജിലൻസ് അന്വേഷണം, എന്താണ് ഈ പ്രതികരണം? അല്ല, നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ പോയി ഈ പറയുന്ന ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലെ അടിസ്ഥാനപരമായ എഴുതി കൊടുത്ത കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് അന്വേഷിക്കേണ്ട സംഗതികളാണ്. എയർപോർട്ട് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് 100 ചില്ലാനം പാസഞ്ചേഴ്സിനെയാണ് അവർ കേസെടുത്തിട്ടുള്ളത്. ആ 100 ചില്ലാൻ പാസഞ്ചേഴ്സിനെയും എന്ത് വേണം, ഈ പറയുന്ന അന്വേഷണ സംഘം അവരെ കണ്ടെത്തണം. സ്വാഭാവികമായിട്ടും അഡ്രസ്സും കാര്യങ്ങളും കോടതി കിടക്കുന്നതല്ലേ. അവരെത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നത്, എങ്ങനെയാണ് കൊണ്ടുവന്നത്, എങ്ങനെയാണ് ഇവരെ പിടിച്ചത്, ഏതൊക്കെ പോലീസുകാരാണ് ഉണ്ടായിരുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോയത്, എത്രത്തോളമാണ് അവരെ മർദ്ദിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അവരുടെ ഈ പറയുന്ന പുറം ലോകം കാണാത്ത വിധം മയക്കുമരുന്ന് കേസിൽ അവരെ ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ മജിസ്ട്രേറ്റിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാൻ അവരെങ്ങനെയാണ് തയ്യാറെടുപ്പിച്ചത്, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അപ്പോഴേ ഇത് തെളിയുള്ളൂ. ആ തരത്തിലേക്ക് അന്വേഷണം ഡീപ്പ് റൂട്ടഡായിട്ട് താഴേക്ക് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. P ശശിക്കെതിരെ അങ്ങ് പരാതി എഴുതി കൊടുത്തു. കഴിഞ്ഞ ദിവസം പ്രത്യേക ദൂതൻ വഴി അയച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങ് നൽകുന്ന പരാതി പാർട്ടി എത്രമാത്രം ഗൗരവത്തോടെയാണ് സ്വീകരിക്കുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ ഗൗരവത്തിൽ, വളരെ ഗൗരവത്തിൽ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, ഒരു പാർലമെൻ്ററി പാർട്ടി മെമ്പർ കൂടിയായ ഒരു വ്യക്തിയാണല്ലോ ഞാൻ. അത് വളരെ ഗൗരവത്തിൽ പാർട്ടി അന്വേഷിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അങ്ങ് അതിൽ പരാമർശിച്ചിട്ടുള്ളത്? അതിൽ പരാമർശിച്ച കാര്യം നമുക്ക് പുറത്തു പറയാൻ പറ്റുന്നതല്ല. അത് പാർട്ടിയുമായ ഇൻറ്റേർണൽ കാര്യങ്ങളാണ്, പാർട്ടിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഈ ADGPയുടെ ഈ ഒരു നിയമലംഘനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിയാതെ പോകുന്ന പല കാര്യങ്ങളും ഈ ശശി തടഞ്ഞു വെക്കുന്നതുകൊണ്ടായിരുന്നു എന്ന് കരുതുന്നുണ്ടോ? ഇപ്പോഴും അങ്ങനെ തന്നെ കരുതുന്നത്. അതിലൊന്നും ഒരു മാറ്റമില്ല. എൻ്റെ ബോധ്യമാണ് ഞാൻ പറയുന്നത്. അതായത് പല സുപ്രധാന വിവരങ്ങളും P ശശി മുഖ്യമന്ത്രി അറിയാതിരിക്കാൻ വേണ്ടി തടഞ്ഞു വെച്ചു അല്ലേ? ഇൻക്ലൂഡിങ് ഇപ്പോൾ ഈ പറയുന്ന DGPയുടെ ADGPയുടെ BJP നേതാക്കളുമായിട്ടുള്ള RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ സന്ദീപാനന്ദഗിരിയുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിച്ചു, അത് വഴിതിരിച്ചു വിടാൻ പോലീസിലെ ആദ്യ സംഘം പരിശ്രമിച്ചു എന്ന് രണ്ടാമത് കേസ് അന്വേഷിച്ച DYSP കൊടുത്ത റിപ്പോർട്ട് അത് പൊരുത്തപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും പ്രമാദമായ പാർട്ടിയുടെ ഏറ്റവും എന്താ പറയുക ത്യാഗോജ്വലമായ സമരം നടത്തിയതാണ് സോളാർ കേസ്. ആ സോളാർ കേസിൽ ആ പറയുന്ന പരാതിക്കാരിയായ സരിതയെ സ്വാധീനിച്ചത് ഈ അജിത് കുമാറാണ് എന്ന് അവർ തന്നെ പറയുന്നു. അതിൻ്റെ കാരണങ്ങൾ അവർ എണ്ണി പറയുന്നു. അതിനുശേഷം എന്താണ് CBIക്ക് കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിച്ചത് അവരാണെന്ന് പറയുന്നു. CBI അന്വേഷണം തുടങ്ങിയപ്പോൾ ഈ കേസ് ആരന്വേഷിച്ചാലും തെളിയില്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു.
നിങ്ങൾ ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി പറഞ്ഞാൽ നിങ്ങളുടെ കടം വീട്ടാൻ ഞാൻ സഹായിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാൻ നിങ്ങളുടെ ജീവിതം സെറ്റിൽ ചെയ്യാൻ കഴിയും. നിങ്ങൾ വേറെ എവിടെ പോയിട്ടും കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ മൊഴി മാറ്റണം എന്ന് പറഞ്ഞവരെ പ്രേരിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം ഈ പാർട്ടിയെ പ്രതിസന്ധിയാക്കിയുള്ള കാര്യങ്ങളാണ്. ശശിയുടെ അറിവോടെയാണ്. അല്ല, ശശിയുടെ അറിവോടാണോ അല്ലേ എന്നുള്ളത് പാർട്ടി അന്വേഷിക്കട്ടെ. എല്ലാത്തിലെയും ഇതിലെ നായകന് ആരാണ്? ADGP അജിത് കുമാറാണല്ലോ. പിന്നെ 3 വർഷത്തോളമാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത്. അപ്പോൾ ഒരു IPS ഓഫീസർ, ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ട് മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമില്ല. ഇവിടെ വിജിലൻസ് ഉണ്ട്, ഇൻ്റലിജൻസ് ഉണ്ട്, SSB ഉണ്ട്, ക്രൈംബ്രാഞ്ച് ഉണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. കൊണ്ടോട്ടി അങ്ങാടിയിലെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പാവപ്പെട്ട തൊഴിലാളിക്കും അവിടെ കടല വറക്കുന്ന സാധാരണക്കായ മനുഷ്യർക്ക് പോലും ഈ കാര്യങ്ങൾ അറിയാം. പിന്നെ എങ്ങനെ ഈ ഒരു സംവിധാനം ഒന്നും അറിയാതെ ഈ കാര്യങ്ങൾ നടത്തി എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതല്ലേ. അപ്പോൾ ആ കാര്യങ്ങളും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് ഈ വിഷയങ്ങൾ ഉയർത്തുമ്പോൾ പാർട്ടിയിൽ എത്രമാത്രം പിന്തുണ കിട്ടുന്നുണ്ട് താഴെ തട്ടിൽ നിന്ന്? ഇത് ജനങ്ങളല്ലേ. പാർട്ടി എന്ന് പറയുന്നത് ജനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നേതാക്കളല്ലല്ലോ, ജനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജനത്തിൽ ഇവരെല്ലാവരും വരുന്നുണ്ട്, എല്ലാ വിഭാഗവും വരുന്നുണ്ട്, എല്ലാ നേതാക്കളും വരുന്നുണ്ട്. അപ്പോൾ ഒരു ജനകീയമായ വിഷയമാണ് ഞാൻ ഉയർത്തിയിട്ടുള്ളത്. അത് എൻ്റെ വലിപ്പമല്ല. ഞാൻ ഉയർത്തിയ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട്, അവർക്ക് താല്പര്യമുണ്ട്, സത്യം പുറത്തു വരണമെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായും ജനങ്ങളുടെ ആ വികാരത്തോടൊപ്പമല്ലേ പാർട്ടി നിൽക്കുന്നു. അവർ PV അൻവറിനോടൊപ്പം അല്ലല്ലോ നിൽക്കണമെന്നല്ലല്ലോ ഞാൻ പറയുന്നത്. ഈ പാർട്ടി ഒരിക്കലും സമ്മർദ്ദത്തിലാകുന്ന ഒരു പാർട്ടിയല്ലല്ലോ ഇത്. ഇതിൽ വസ്തുത ഉണ്ടെങ്കിൽ ആ പാർട്ടി നിലപാട് സ്വീകരിക്കുമല്ലോ. എന്താണെങ്കിലും ഇനി ഉന്നയിച്ച ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം നടത്തി ശരിയായ തീരുമാനത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100% അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ പാർട്ടി കൃത്യമായ നടപടിയിലേക്ക് എത്തും. ഒപ്പം തന്നെ ADGPക്കെതിരായി ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങൾ അതിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും PV അൻവർ അഭിപ്രായപ്പെട്ടു. മഞ്ചേരിയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. ADGP MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം ഉടൻ തുടങ്ങും. ഇനി വിജിലൻസ് സംഘം രൂപീകരിക്കുന്നതിനുള്ള നടപടിക്രമമാണ് ബാക്കിയുള്ളത്. എന്തായാലും ഇപ്പോൾ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റണം എന്നുള്ള ആവശ്യം കൂടുതൽ ശക്തമാക്കുകയാണ്. കാരണം വിജിലൻസ് അന്വേഷണം കൂടി വന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് ക്രമസമാധാന പാലന ചുമതലയിൽ ADGP MR അജിത് കുമാറിന് തുടരാൻ പറ്റുക എന്നുള്ള ചോദ്യം കൂടുതൽ ശക്തമാക്കും. CPI പോലെയുള്ള പാർട്ടികൾ ഈ ആവശ്യം കൂടുതൽ ശക്തമായി തന്നെ ഉന്നയിക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ. VV വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ADGP MR അജിത് കുമാറിനെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തിനും ഉടൻ രൂപം നൽകും. വിജിലൻസ് ഡയറക്ടറായിരിക്കും ഇതിന് രൂപം നൽകുക. വിജിലൻസ് ആസ്ഥാനത്തെ SP-യുടെ നേതൃത്വത്തിലായിരിക്കും പ്രത്യേക സംഘത്തിന് രൂപം നൽകുക എന്ന വിവരവും പുറത്തുവരുന്നു. നേരത്തെ തന്നെ MR അജിത് കുമാർ മറ്റൊരു അന്വേഷണം നേരിടുന്നുണ്ട്. DGPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അന്വേഷണം നടത്തുന്നത്. കൊലപാതകം നടത്തി സ്വർണം തട്ടിയെടുത്തു, പിടികൂടുന്ന സ്വർണം SP-യും ADGPയുമായി പങ്കിട്ടു തുടങ്ങിയ കാര്യങ്ങൾ, ഇതിൽ ഒരു അന്വേഷണം നടന്നുവരവെയാണ് വിജിലൻസ് അന്വേഷണത്തിന് DGPയുടെ ശുപാർശയുണ്ടായത്. PV അൻവർ നൽകിയ പരാതിയിലായിരുന്നു DGPയുടെ നടപടി. ഈ ശുപാർശയുണ്ടായെങ്കിലും സർക്കാർ തീരുമാനം വൈകിയതിൽ വലിയ വിമർശനമുണ്ടായി. കഴിഞ്ഞ ദിവസമാണ് അന്വേഷണം സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കവടിയാറിൽ ആഡംബര വീട് നിർമ്മിക്കുന്നു, ബന്ധുക്കളുടെ പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടി, കേസ് ഒതുക്കി തീർക്കുന്നതിന് ഓൺലൈൻ ഉടമയിൽ നിന്ന് 1.5 കോടി രൂപ കൈക്കൂലി വാങ്ങി തുടങ്ങിയ കാര്യങ്ങൾ, ADGPയുടെ സാമ്പത്തിക സ്രോതസ്, ഇക്കാര്യങ്ങളിലെല്ലാം തന്നെയാകും വിജിലൻസിന്റെ അന്വേഷണം നടക്കുക. SP സുജിത്ദാസിനെതിരെയുള്ള അന്വേഷണവുമുണ്ട്. സ്വർണം തട്ടിയെടുത്തതും അതോടൊപ്പം തന്നെ മരമുറിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പരാതി ഉയർന്നത്. ഇക്കാര്യങ്ങളാകും പരിശോധിക്കുക. ADGPയെ സംബന്ധിച്ച് ഘടകകക്ഷികളുടെ സമ്മർദ്ദം അത് സർക്കാരിന് മേലുണ്ട്. കാരണം RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അത് അത്യന്തം ഗൌരവമുള്ളൊരു വിഷയമായി തന്നെയാണ് ഘടകകക്ഷികൾ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് CPI ഉൾപ്പെടെ ബിനോയ് വിശ്വവും പ്രകാശ് ബാബുവും BS സുനിൽകുമാർ അടക്കമുള്ളവർ ADGPയുടെ നടപടിക്കെതിരെ ഇതിനകം തന്നെ രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ADGPക്ക് ഇനി ക്രമസമാധാന ചുമതലയുള്ള അതിന്റെ തലപ്പത്ത് തുടരാൻ കഴിയുമോ എന്ന ചോദ്യമാണ്. ധാർമ്മികമായി അത് ശരിയല്ല എന്ന് തന്നെയാണ് ഘടകകക്ഷികളിൽ ഒട്ടുമിക്ക നേതാക്കളും പറയുന്നത്. അവർ അത്തരത്തിലൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി എത്ര നാൾ ഈ സ്ഥാനത്ത് തുടരാൻ കഴിയും? ഒരുപക്ഷെ ദീർഘ ദിവസത്തെ അവധിയിലോ അല്ലെങ്കിൽ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന നിലയിലേക്കോ കാര്യങ്ങൾ എത്തിയേക്കാം. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ
അർജുൻ ഉൾപ്പെടെ 3 പേർക്കായി ഗംഗാവലി പുഴയിൽ ഡ്രെഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അല്പസമയത്തിനകം തുടങ്ങും. 10 മണിയോടെയാണ് ഡ്രെഡ്ജർ ഇവിടെ എത്തിച്ചത്. ലോറിയുടെ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ടഗ് ബോട്ട് ഉറപ്പിക്കുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അധികൃതരുടെ നിർദ്ദേശം കിട്ടിയാൽ ഉടൻ ഡ്രെഡ്ജിംഗ് തുടങ്ങുമെന്നാണ് കമ്പനി MD പറഞ്ഞത്. സ്ഥലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ബൈജുവിൻ്റെ റിപ്പോർട്ട്. അതിനു മുൻപ് ചില പ്രതികരണങ്ങൾ നോക്കാം. अभी सर 1 घंटा अभी काम लगेगा, उसके बाद 1 घंटे के बाद हम लोग उधर शिफ्टिंग करेगा. उसके बाद जो है DC ऑर्डर दे देगा, वो लोग का पूरा मैनेजमेंट जो बोलेगा हम लोग उसका हिसाब से हम लोग उधर काम चालू करेंगे. 1 2 3 4 है, तो उसमें से वो लोग बोलेगा कि कौन सा पॉइंट में एक हम लोग को GPS पॉइंट दिया हुआ है, तो उसमें से कौन सा सिलेक्टेड है वो लोग पहला ये करेगा. एक स्टेप बाय स्टेप करते जाएगा सर. ഇതുവരെ ഡ്രഡ്ജർ കമ്പനി എന്ത് പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അവർ ആദ്യം പറഞ്ഞത് വെയിൽ കയറ്റ സമയത്ത് തിരിച്ച് ഈ ഗംഗാവിൽ ഈ സ്പോട്ടിലേക്ക് എത്തിക്കുന്ന, ഇനിയിപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാണ്ടിരിക്കുകയാണ്. ഉച്ചയോട് തന്നെ എത്തി ഡ്രഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഒരു വിശ്വാസം. പിന്നെ അതിനുപരി ഈ ഡ്രഡ്ജർ മെഷീൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഒരുപാട് ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മെയിനായിട്ട് ശ്രീ കോഴിക്കോട് MP രാഘവേട്ടൻ, അതുപോലെ മഞ്ചേശ്വരം MLA ശ്രീ AK അഷ്റഫ്, അതുപോലെ തന്നെ KC വേണുഗോപാൽ സാറ്, കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ല അനുകൂല നിലപാടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ജനപ്രതിനിധികളും എല്ലാവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ കാര്യത്തിന്. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു റിസൾട്ട് ഈ വരും ദിവസങ്ങളിൽ 1-2 ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. ഈ ക്യാബിനകത്ത് അർജുനുണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോഴും ദൗത്യസംഘം അത് തന്നെയാണ് അവരെ ഒരു നിഗമനം. അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ആയിരിക്കാഞ്ഞാലും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിരച്ചിലിന് സാധ്യത ഉണ്ടായിരിക്കുന്നത്. അർജുൻ ക്യാബിനിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ആ ഒരു വിശ്വാസമാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടമായാലും ഞങ്ങളുടെ കുടുംബമായാലും എല്ലാവരായാലും അത് തന്നെയാണ് ഇതിൽ ഡ്രഡ്ജിങ് ഇവിടെ എത്താനുള്ള മെഷീൻ ഇവിടെ എത്താനുള്ള കാരണം. അത് തന്നെ മെയിനായിട്ടുള്ള കാരണം അത് തന്നെയാണ്. അതുകൂടാതെ തന്നെ മറ്റ് 2 പേരും ജഗന്നാഥൻ ലോകേഷ് എന്ന് പറഞ്ഞ 2 പേരും കൂടി ഇവിടെ ഉണ്ട്. അവരെയും കണ്ടെത്തുക എന്നുള്ളത് അർജുനെ പോലെ തന്നെ അതേയും പ്രയോറിറ്റി ഉള്ള കാര്യം തന്നെയാണ്. ഇപ്പം ഞങ്ങൾ ഒരു 60 ദിവസമായി ഇപ്പം ഇവിടെ അർജുൻ്റെ ഇത് അവശേഷിക്കിട്ടത്. ഇപ്പം അർജുൻ പിന്നെ ജഗന്നാഥ് പിന്നെ ലോകേഷ് 3 ആളുള്ള ഡെഡ് ബോഡി ഇവിടെ ഉണ്ട്. ഡെഡ് ബോഡി പറഞ്ഞ് ഇപ്പോൾ സിലേറ്റനായിട്ട് ഇരിക്കും. ആ സിലേറ്റനാണ്ട വീട്ടുക്ക് ഒരു അതിമുഖ്യമായിരുന്നു. ആ മുഖ്യന്ന് അവർ വീട്ടുകാർ എല്ലാവരും കാത്തിരിക്കർ ഒരു സിലേറ്റനാണ്ട് കിട്ടിയിട്ട് അവരൊരു തുണിയാഴെ കിട്ടിയിട്ടെന്ന് ഒരു കാര്യം പണ്ണാണ്. ഇപ്പം ഞങ്ങൾ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രഡ്ജർ പറഞ്ഞു കാണണമെന്ന്. ആ ഡ്രഡ്ജർ എങ്ങനെ വെൽ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ് ഇവിടെ വെള്ളം നല്ല ഒരു 100% തെളിയായിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട് കാണാൻ. ഒരു സ്കൂബ ഡൈവിങ്ങും എല്ലാം നല്ലതായിട്ട് അടിയിലുള്ള സെലക്ടനുണ്ട്, കാണാൻ നല്ല ഉണ്ട്. ആ മാതിരി വെള്ളമുണ്ട് ഈ സ്ഥലത്തിലുണ്ട്. ഞങ്ങളിപ്പോൾ വന്ന് പിന്നെ നമുക്കിപ്പോൾ അനുമതി കൊടുത്ത എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ വെള്ളം ക്ലിയർ ആയിട്ട് സമയത്തിൽ ഡ്രഡ്ജർ അവസാനം എവിടെ ഞങ്ങൾ സ്ഥലം കാണിച്ച് അവിടെ പോകുന്നുണ്ട്. മുതലേ പറ കീഴെ പോയിട്ട് അവിടെ തിരക്കിൽ എന്ന് പറഞ്ഞ് നേരത്തെ പോയിട്ട് അവസാനം കൊണ്ട് അവിടെ സെലിറ്റനാവട്ട് പിന്നെ ബണ്ടിൻ്റെ എന്തെങ്കിലും ഭാഗമാണ് കിട്ടണം. ഇപ്പോൾ ക്ലിയർ ആയിട്ട് മെനഞ്ഞെല്ലാം ഒരുപാട് കളക്കിരുന്നു. ഇപ്പോൾ ഒരുപാട് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ മാതിരി ഇരിക്കും വെള്ളം. ഇപ്പോൾ നമുക്കൊരു ചാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കീഴെ പോയിട്ട് നോക്കിയിട്ട് പിന്നെ ഡ്രഡ്ജർ ഇടണം. ഡ്രഡ്ജർ ഒരുപാട് ഇട്ട പറഞ്ഞാൽ അവിടെ ഒരുപാട് കളക്ക് പറഞ്ഞ് പിന്നെ സെലിറ്റൻ അതിന് ഉള്ളിൽ പോയി പൊടിയേ പിന്നെ കാണുന്നില്ല. ഓരോ ബുദ്ധിമുട്ടുണ്ട്. അതിന് നമ്മളെ ആൾക്കാർ അവിടെ നിൽക്കും. ഇപ്പോൾ നമ്മളെ നാട്ടുകാരാവട്ടെ ഇവിടെയുള്ള നാട്ടുകാരന് ആ ഡ്രഡ്ജർ ആക്കുന്ന സമയത്ത് നമ്മളെ ആൾക്കാർ അവിടെ ഉണ്ട്. എന്താ പറഞ്ഞാൽ മണ്ണെടുത്ത് ആ ചടിയിലിടാൻ സമയത്തിൽ അതിലെ കൂട്ടി പോയാൽ പിന്നെ അറിയത്തില്ല. അതിന് നമ്മളെ ആൾ അവിടെ കണ്ടിപ്പായ ഒരു സെലിറ്റൻ ആവട്ടോ അല്ല ബണ്ടി കാണാൻ നല്ലതാവും. അർജുനായുള്ള അതുപോലെ തന്നെ കന്നഡികരായ 2 പേർക്കായുള്ള തെരച്ചിലിനായുള്ള ഡ്രഡ്ജർ ബോട്ടാണ് ഇപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ എത്തിയിരിക്കുന്നത്. കടലും അഴിമുഖവും പുഴയും താണ്ടി ഇപ്പോൾ ആ ദുരന്തമുഖത്ത് ഈ ഡ്രഡ്ജർ എത്തിയിരിക്കുന്നു. ഇനി ഇത് ഉറപ്പിക്കുന്ന ജോലികളാണ് ഇവിടെ ഉണ്ടാകുക. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകും. ഏറ്റവും പ്രധാനം ആ റഡാർ സിഗ്നലിൽ അതുപോലെ തന്നെ നേവിയുടെ സോണാർ പരിശോധനയിൽ ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തിയ ആ സ്ഥലത്താണിപ്പോൾ ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെയുള്ള ചെളിയും മണ്ണും നീക്കം ചെയ്ത് ആ ലോറി പുറത്തേക്ക് എടുക്കുക എന്നതാണ് ഈ ഡ്രഡ്ജറിൻ്റെ
ദൗത്യം. അതിനായി ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ മണ്ണുകളും അതുപോലെ തന്നെ ചെളിയും നീക്കം ചെയ്തതിന് ശേഷം ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നത് ഏതായാലും കണ്ടെത്തും. ആ ഡ്രഡ്ജറാണ് ഇപ്പോൾ ഇത് ഗോവയിൽ നിന്നും പുറപ്പെട്ട് ആ കാർവാറിലെത്തി അതിനുശേഷം വേലി ഇറക്ക സമയത്ത് കൃത്യമായി ആദ്യ പാലം കടന്ന് പിന്നീട് വേലി ഏറ്റ സമയത്തിനായി കാത്തിരുന്ന് വെള്ളം കുറവായതിനാൽ തന്നെ വളരെ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ ദുരന്തമുഖത്ത് ആ ഡ്രഡ്ജറെത്തിയിരിക്കുന്നു. വിശ്വാസത്തിന്റെ ഭാഗമായുള്ള പൂജകളൊക്കെ നിർവഹിച്ചതിന് ശേഷമാണ് ഡ്രഡ്ജർ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ദൗത്യത്തിൽ ഇതൊരു രക്ഷാദൗത്യമല്ല, അതിനും അപ്പുറം അർജുനും ഉൾപ്പെടെ 3 പേർക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനുള്ള ഒരു ദൗത്യമാണ്. അതിനായി നേവിക്ക് പുറമെ NDF-ഉം SDRF-ഉം പോലീസും ഒക്കെ ആ സംയുക്തമായ അവസാനഘട്ട തിരച്ചിലാണ് ഇപ്പോൾ ഗംഗാവലി പുഴ സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും ആ ഡ്രഡ്ജർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇത് അത്രത്തോളം ഗോവയിൽ നിന്നും 1 കോടിയോളം രൂപ വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവന്ന ഡ്രഡ്ജറാണ്. ഇതിപ്പോൾ ആ ദുരന്തമുഖത്ത് സ്ഥാപിക്കുന്ന ജോലികളാണ് നടക്കുന്നത്. ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇപ്പോൾ കാണുന്ന യന്ത്രക്കൈ ഉപയോഗിച്ച് ആ മണ്ണുകൾ, ആ ലോറിക്ക് മുകളിലുള്ള മണ്ണുകൾ അതെല്ലാം നീക്കം ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ലോറിക്കരികിലേക്ക് എത്തുക. അതിനുശേഷം ക്യാബിനകത്ത് അർജുനുണ്ടോ എന്നത് ഏറ്റവും പ്രധാനമായ ആ ചോദ്യം. ഇനി നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ഈ ഗംഗാവലി പുഴ ഈ സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും വലിയ പ്രാർത്ഥനകൾ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം വിഫലമായിരിക്കുന്നു. കാണാമറയത്തായിട്ട്, അതുപോലെ അർജുൻ ഉൾപ്പെടെ 3 പേർ കാണാമറയത്തായിട്ട് 2 മാസം പിന്നിട്ടിരിക്കുന്നു. അപ്പോഴാണ് ആ അവസാനഘട്ട വളരെ നിർണായകമായ ആ ഒരു തെരച്ചിൽ. ഏതായാലും ഈശ്വർ മൽപ്പ ഉൾപ്പെടെ ഉള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മുങ്ങൽ വിദഗ്ധരുടെ സേവനം ഉണ്ടാകും. ആദ്യഘട്ടം എന്ന നിലയിൽ ചെളിയും മണ്ണും നീക്കം ചെയ്യുക, അതിനുശേഷം ഈ ലോറി കൃത്യമായി ലോറി കണ്ടെത്തുക, ക്യാബിൻ പരിശോധിക്കുക, ക്യാബിനകത്ത് അർജുനുണ്ടോ എന്ന് പ്രധാനമായും കണ്ടെത്തുക. അതല്ലെങ്കിൽ ലോറി പുറത്തേക്കെടുത്ത് ഇത്തരത്തിൽ ലോറി കൃത്യമായി പരിശോധിച്ച് ആ ഭാഗങ്ങളിലൊക്കെ പരിസര പ്രദേശങ്ങളിലൊക്കെ പരിശോധന നടത്തും. 10 ദിവസത്തെ തെരച്ചിലാണെങ്കിലും 3 ദിവസത്തിനകം തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് ഈ കമ്പനി അധികൃതരിൽ നിന്നും നൽകുന്ന ഒരു വിവരം. എന്തായാലും ഈ തെരച്ചിൽ അതിൻ്റെ വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. KV ബൈജുവാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം തന്നെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഗംഗാവലി പുഴയിൽ തുടങ്ങും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്, സഹകരണ ബാങ്കിൽ നിന്നെടുത്ത വായ്പകൾ CPM-ന്റെ പ്രവർത്തകർ തിരിച്ചടയ്ക്കുന്നില്ല എന്ന് CPM-ന്റെ തന്നെ രേഖ. കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ തിരിച്ചടയ്ക്കാനുണ്ടെന്നും ഉടൻ തിരിച്ചടയ്ക്കണമെന്നും സംസ്ഥാന സമിതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അനധികൃത പണപ്പിരിവ് പാർട്ടിയിൽ കൂടി വരുന്നതായും CPM വിലയിരുത്തുന്നുണ്ട്. അതിപ്രധാനമായ ഈ രേഖയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ ഓരോന്നായി തകർന്നു വീഴുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി പുറത്തു വരുന്നത്. കരുവന്നൂരും കണ്ടലയും മലപ്പുറത്തെ ബാങ്കുകളും ഇതിൽ ചിലതു മാത്രം. ഇങ്ങനെ തകർന്നു വീഴുന്ന ബാങ്കുകളിൽ പലതിനും നേതൃത്വം നൽകുന്നത് CPM ആണ്. സംസ്ഥാനത്ത് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സാമ്പത്തിക അടിത്തറ കൂടിയാണ് സഹകരണ ബാങ്കുകൾ. എന്തുകൊണ്ട് അത് വിശ്വാസ തകർച്ച നേരിടുന്നു എന്നതിന്റെ കാരണമാണ് സഹകരണ മേഖല സംബന്ധിച്ച CPM രേഖ വ്യക്തമാക്കുന്നത്. ഓരോ ഏരിയയിലും സഹകരണ രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയുള്ള പരിശോധനാ സംവിധാനങ്ങൾ രൂപപ്പെടുത്തണം. ഇതിന്റെ കൃത്യമായ പരിശോധന ഉണ്ടാവുകയും അവ കമ്മിറ്റികൾ പരിശോധിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും വേണം. വായ്പയെടുത്ത നമ്മുടെ പാർട്ടി സഖാക്കൾ പണം തിരിച്ചടയ്ക്കുന്നില്ല എന്ന പ്രശ്നം സഹകരണ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ടെന്ന് CPM രേഖ വ്യക്തമാക്കുന്നു. കോടികൾ തന്നെ ഇത്തരത്തിൽ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്ത സ്ഥിതിയും പരാതിയായി ഉയർന്നു വരുന്നു. തിരിച്ചടയ്ക്കാൻ പറ്റുന്ന വായ്പകൾ മാത്രമേ സഖാക്കൾ ബാങ്കിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. പാർട്ടി സഖാക്കൾ വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയുള്ള തുക അടച്ചു തീർക്കണം. വലിയ സംഖ്യകൾ ബാങ്കിൽ നിന്ന് വായ്പയായി എടുക്കുമ്പോൾ ബന്ധപ്പെട്ട കമ്മിറ്റികളുടെ സമ്മതം വാങ്ങേണ്ടതാണെന്നും സംസ്ഥാന സമിതി നിർദ്ദേശിക്കുന്നു. സഹകരണ ബാങ്കുകളിൽ നിന്ന് CPM നേതാക്കളും പ്രവർത്തകരും കോടികൾ തട്ടിയെടുക്കുന്നു എന്ന വിമർശനങ്ങൾ ശക്തമാകുമ്പോഴാണ് CPM അത് തുറന്നു സമ്മതിക്കുന്നത്. പാർട്ടി പത്രത്തിന്റെ പേരിലും കെട്ടിട നിർമ്മാണത്തിന്റെ പേരിലും അനധികൃത പണപ്പിരിവ് പാർട്ടി പ്രവർത്തകർ നടത്തുന്നതായും CPM സമ്മതിക്കുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് ചെറിയ തുക പിരിവെടുക്കാൻ നിർദ്ദേശിക്കുമ്പോൾ വ്യവസായികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വൻ തുക വാങ്ങിയെടുക്കുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാണ് പാർട്ടിയുടെ കർശന നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. ആത്മവിമർശനം ഉൾക്കൊള്ളുന്ന CPM-ന്റെ പാർട്ടി രേഖയാണ് ഇപ്പോൾ ന്യൂസ് 18-ലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. അനധികൃതമായ പണപ്പിരിവ് കൂടുന്നു എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹകരണ സംഘങ്ങളിൽ നിന്ന് എടുത്ത വായ്പകൾ സഖാക്കൾ തിരിച്ചടയ്ക്കുന്നില്ല എന്നാണ്. അടിയന്തരമായി തന്നെ ഇത്തരം വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമാണ് പാർട്ടി നൽകിയിരിക്കുന്നത്.
മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചിയിൽ വൻ സെക്സ് റാക്കറ്റ് സംഘം പിടിയിലായി. സംഘത്തെ നിയന്ത്രിച്ചിരുന്ന 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേരാണ് അറസ്റ്റിലായത്. റാക്കറ്റിലെ മുഖ്യ കണ്ണിയാണ് പിടിയിലായ സെറീന. ബംഗ്ലാദേശിൽ നിന്ന് പെൺകുട്ടിയെ ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലെത്തിച്ചത് സെറീനയെന്നാണ് വിവരം. പെൺകുട്ടിയെ പോലീസ് സംരക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നവമി ദിനേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊച്ചിയിലെ സെക്സ് റാക്കറ്റിലെ മുഖ്യ കണ്ണിയായ സെറീന, സഹായി വിപിൻ, സെറീനയ്ക്കൊപ്പം സംഘത്തെ നിയന്ത്രിച്ചിരുന്ന മറ്റൊരു സ്ത്രീ ജഗിത എന്നിവരാണ് എളമക്കര പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ആഴ്ച കൊച്ചിയിലെത്തിച്ച പെൺകുട്ടിയെ ഇതിനോടകം തന്നെ 20ലേറെ പേർക്ക് കാഴ്ചവെച്ചതായാണ് പോലീസ് കണ്ടെത്തിയത്. മാതാപിതാക്കൾ നഷ്ടമായ പെൺകുട്ടി 12ാം വയസ്സിലാണ് ബന്ധുവിനോടൊപ്പം ഇന്ത്യയിലെത്തുന്നത്. പിന്നീട് പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിന്റെ പിടിയിലാകുകയായിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായി. ബംഗളൂരിൽ നിന്നുമാണ് സെറീന പെൺകുട്ടിയെ കണ്ടെത്തിയത്. വിവിധ സംസ്ഥാനങ്ങളിലായി ബന്ധമുള്ള സെക്സ് റാക്കറ്റിന്റെ കണ്ണിയാണ് ഇവരെന്നാണ് പോലീസിന്റെ നിഗമനം. പെൺകുട്ടിയെ പോലീസ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സെക്സ് റാക്കറ്റിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ സെക്സ് റാക്കറ്റ് സംഘമാണ് പിടിയിലായത്. തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡ്ഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്നുള്ള ആരോപണത്തിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ചന്ദ്രബാബു നായിഡു നിന്ദ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് YSR കോൺഗ്രസിന്റെ പ്രതികരണം. എന്നാൽ ആരോപണങ്ങളല്ല, വസ്തുതയാണ് പറഞ്ഞതെന്നാണ് TDPയുടെ മറുപടി. ലാബ് റിപ്പോർട്ട് ഉള്ളതാണ്. ആ റിപ്പോർട്ട് വ്യാജമല്ലെന്നും TDP നേതൃത്വം വിശദീകരിക്കുകയാണ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6885, പവന് 55,080. 18 ക്യാരറ്റ് ഗ്രാമിന് 5715, പവന് 45,720. വെള്ളി ഗ്രാമിന് 96, കിലോയ്ക്ക് 96,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സിഡ്നി ഇലാവാരയിലെ പ്രവാസി മലയാളികളുടെ കൂട്ടായ്മ ഓണം ആഘോഷിച്ചു. IKSന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ നടി ഭാവന ഉദ്ഘാടനം ചെയ്തു. ഡാപ്റ്റോ റിബൺവുഡ് സെന്ററിൽ റിയാലിറ്റി ഷോ ജേതാക്കളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. തലമുറയുടെ വിളയാട്ടം തടയല്ലേ തടികേടാവും മതയിളകണ പമ്പം പാടാ. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്.